ഏതൊക്കെ രീതിയിലുള്ള അവഗണന ഇപ്പം കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? കാലാകാലങ്ങളായിട്ട് അവഗണന മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം PRS ലോണായിട്ട് തരുമ്പോൾ അത് സിബിൽ സ്കോർ വളരെ രീതിയിൽ താഴോട്ട് പോവുകയാണ്. നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാനോ ഒന്നും സാധ്യമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അധികാരികളോട് പറയുമ്പോൾ നിങ്ങളൊരു NOC മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഉള്ളവർക്ക് സിബിൽ സ്കോർ താഴെ പോയാൽ ബാങ്ക് മാനേജറിനോട് പറഞ്ഞ് നമുക്കത് ശരിയാക്കി തരാമെന്ന് ഇവർ പറയുന്നുണ്ട്, ഈ അധികാരികൾ. പക്ഷേ നമ്മൾ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് സിബിൽ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ഒരു വേറൊരു ഏജൻസിയാണ്. നമുക്ക് യാതൊരു തരത്തിലും അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് NOC മേടിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോൾ എനിക്കൊരു മുദ്ര ലോൺ, എനിക്കൊരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകരുടെ എല്ലാവരുടെയും സിബിൽ സ്കോർ താഴെയാണ്. അവർക്കൊരു വേറൊരു ലോൺ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയുകയില്ല. ബാങ്ക് മാനേജർ ഇപ്പോൾ SBI ആണെങ്കിലും അവർ പറയുന്ന അവർ പോലും അല്ല ഈ ലോൺ സാങ്ഷൻ ആക്കുന്നത്. റാസ്മക്ക് പോലത്തെ വേറെ ഡിവിഷനുകളിൽ ചെന്ന് അവിടുത്തെ ആൾക്കാരാണ് ഈ ലോൺ സാങ്ഷൻ ആക്കി വിടുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആണെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഈ സംരംഭകർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആണെങ്കിൽ അപ്പം തന്നെ അവർ ക്യാൻസൽ ചെയ്യുമല്ലേ. ഈ നാട്ടിലുള്ള എല്ലാ കർഷകർക്കും, ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കർഷകരുടെയും സിബിൽ സ്കോർ ഡൗൺ ആണ്. കാരണം ലേറ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതേപോലെ ഒത്തിരി അവഗണന. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെയും കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂലി വർദ്ധിപ്പിക്കുന്നതിലും കൂലി കൊടുക്കുന്നതിലും പ്രയാസമില്ല. പക്ഷേ അതേ സ്ഥാനത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമ്മുടെ 28 എത്രയാണ് കൃത്യം 28 സംതിങ് ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അത് കാലാകാലങ്ങളായിട്ട് അത് തന്നെയായിട്ട് നിൽക്കുവാണ്. ബാക്കി എല്ലാ ചിലവുകളും ഏറുകയാണ്. അതായത് ഇതിപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ സർക്കാരുകളാണേലും ഈ പറയുന്ന ഗവൺമെൻറ് ജീവനക്കാരാണേലും എല്ലാവരും ചെയ്യുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കർഷകർ അതിൻ്റെ പുറകെ പോകാത്തതാണ്. ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വലിയ അവഗണനയാണ് നേരിടുന്നത്. ഞാൻ UDTSM ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡൻ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കുട്ടനാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയാണ്. കർഷകർക്ക് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ആലപ്പുഴയുടെ മണ്ണിലെ കർഷകർക്ക് കൃഷി ചെയ്യുവാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യം. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനുമാണ് കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകൾ AKCCയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഇവിടുത്തെ കുട്ടനാട്ടിലെ യുവജനങ്ങളുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ കാർഷിക മേഖലയെ ഒരുപാട് സ്നേഹിക്കുകയും അതിനോട് താല്പര്യമുള്ളവരുമാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൻ്റെ പക്ഷത്താൽ കൃഷി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് മൂലം ഇന്നിവിടുന്ന് പലരും പലായനം ചെയ്യപ്പെടുകയാണ്. സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ അന്യനാടുകളിലേക്ക് പലായനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ യുവത്വം നേരിടുമ്പോൾ തികച്ചും ഈ സർക്കാർ നിഷ്ക്രിയത്വത്തോടു കൂടിയാണ് ഞങ്ങളോട് ഇടപെടുന്നതെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 2 ലക്ഷ്യങ്ങളാണ് ഈ ഒരു വലിയൊരു ജാഥയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കർഷകരുടെ മുന്നേറ്റം, അതുപോലെ തന്നെ നസ്രാണികളുടെ സംരക്ഷണം. നമുക്കറിയാം മലയോര മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ കുട്ടനാടൻ മേഖലയിലാണെങ്കിലും കാർഷിക ഉപജീവനം നടത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും നസ്രാണികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഷിക വൃത്തിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ക്രൈസ്തവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ സഭയെ ആണെങ്കിലും സഭയുടെ ഓരോ മക്കളെ ആണെങ്കിലും ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ, നമ്മുടെ അധികാരികളുടെ കണ്ണ് തീർച്ചയായിട്ടും വളരെ ചെറിയ ചില കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴത്തേക്ക് ഈ ഇത്രയും വലിയ കുട്ടനാട് പോലെയുള്ള ഇത്രയും വലിയൊരു മേഖലയുടെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപത AKCCയുടെ ആഭിമുഖ്യത്തിൽ മറ്റ് എല്ലാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ യുവജനങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും താല്പര്യത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുക.